ചേട്ട എന്താ എന്തോ പോയ എന്തിനോ പോലെ അവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കേ. ശങ്കർ ഗൗരിയുടെ അടുത്ത് ഇരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിന്നിരുന്ന സൂരജിനെ നോക്കി ഗൗതം ചോദിച്ചു. ഗൗതം അങ്ങനെ ചോദിച്ചത് കേട്ടതും സൂരജ് അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. എന്താടാ ഏട്ടാ, കഴിക്കാനല്ലേ പറഞ്ഞോളൂ ഞാൻ, അതിനെന്തിനാ എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ? ഗൗതം ചോദിച്ചു. എടാ, നീ എന്താ അന്തം വിട്ട പോലെ നിൽക്കുന്നേ? മോൻ പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ വന്നിരിക്കേ. സൂരജിനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞു. അത് കേട്ട് സൂരജ് ദേഷ്യത്തോടെ ഗൗതമിനെയും ശങ്കറിനെയും ഒന്ന് നോക്കിയിട്ട് ആവണിക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നു. ശങ്കറിൻ്റെ അടുത്തിരിക്കുന്ന ആവണയെ കാണും തോറും സൂരജിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വീർക്കാൻ തുടങ്ങി. അവരെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കഴിക്കുന്നതിൻ്റെ ഇടയിൽ ശങ്കറിൻ്റെ കൈ അറിയാതെ ഗൗരിയുടെ കൈമേൽ മുട്ടി ഉരസിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗൗരിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. പെട്ടെന്ന് ഗൗരി മെല്ലെ അവനെ നോക്കി. അവനും നോക്കി. ആ സമയത്ത് തന്നെ അവരുടെ രണ്ടാളുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കേട്ടോ. ഇതെല്ലാം കാണുന്ന ഗൗതം ഇടയ്ക്കിടയ്ക്ക് അവരെ കളിയാക്കുന്നുണ്ട്. അവരുടെ പ്രണയം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഗൗതമാണ്. ഗൗരിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ ചോദിച്ചാൽ അത് ഗൗതം തന്നെയാണ്. അവനെപ്പോലെ ഒരു അനിയനെ കിട്ടിയത്. ഗൗരിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൂരജ് ആവട്ടെ ഓരോ ഉരുള കഴിക്കുമ്പോഴും ഗൗരിയെ നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത്. ഇതും നമ്മുടെ ഗൗതം കാണുന്നുണ്ട് കേട്ടോ. അവന് ദേഷ്യം ഇരച്ച് കയറി. അപ്പോഴാണ് അവൻ്റെ കാലിലെ എന്തോ തട്ടുന്ന പോലെ അവന് തോന്നിയത്. അവനൊന്ന് കുനിഞ്ഞ് ടേബിളിൻ്റെ അടിയിൽ നോക്കി. അപ്പോഴാ കണ്ടത് അവൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വിനീത ശങ്കറിൻ്റെ കാലാണ് പറഞ്ഞ് അവൻ്റെ കാലിൽ തോണ്ടുന്നത്. ഈശ്വരാ, ഈ രണ്ട് കൃമികളെ ഞാൻ എന്ത് വെച്ചിട്ടാ കൊല്ലുക? ഹാർപിക് യൂസ് ചെയ്തിട്ടൊന്നും കൊല്ലാൻ പറ്റും തോന്നുന്നു, സൂരജ് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് വിനീതയുടെ കാലിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തു. അമ്മേ, വിനീത നിലവിളിച്ചു. എന്നിട്ടും അവൾ നേരെ നോക്കിയത് ശങ്കറിനെയാണ് കേട്ടാ. അവൾ സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഗൗരിയും ശങ്കരും മറ്റുള്ളവരും എല്ലാം അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറ്റിയടി? സുഭദ്ര മോളോട് ചോദിച്ചു. അതമ്മേ, ടേബിളിൻ്റെ സൈഡ് കാല് തട്ടിയതാ, അവൾ പറഞ്ഞു. ഹോ, കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ കാല് വെച്ചിരുന്നോടെ നിനക്ക്, സുഭദ്ര ചോദിച്ചു. ആ വലിയമ്മേ, വിനീതേച്ചിക്ക് ഇത്തിരി കൂടുതലാണ്, കാലാട്ടിയേ കഴിക്കുള്ളൂ, ഗൗതം പറഞ്ഞു. എന്നിട്ട് വിനീതയെ നോക്കി ഒരു ചിരിയും പാസാക്കി. അവൾക്കാകെ നാണക്കേടായി. ശങ്കരും അവിടെ ഉണ്ടല്ലോ. പിന്നെ അവൾക്ക് മനസ്സിലായിട്ടോ, ശങ്കരല്ല ഗൗതമാണ് അവളുടെ കാലിൽ ചവിട്ടിയെന്ന്. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ മാക്രി, അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ശങ്കറും ഗൗരിയും എല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കൈ കഴുകി ശങ്കർ തിരിഞ്ഞതും അവൻ്റെ മുമ്പിൽ ഗൗരിയായിരുന്നു നിന്നിരുന്നത്. അവരുടെ ദേഹങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് മുട്ടി. കണ്ണുകൾ തമ്മിൽ കോർത്തു. അവരുടെ കണ്ണുകളിലെ തിളക്കം രണ്ടാളുടെയും ഉള്ളിലെ സ്നേഹത്തെ തുറന്നു കാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവൻ്റെ നോട്ടത്തിൽ വീണു പോവുമായിരുന്നു ഓരോ നിമിഷവും. പരസ്പരം രണ്ടാളും നോക്കിയൊന്ന് ചിരിച്ചു. ഇത് കണ്ടുവന്ന ഗൗതം രണ്ടാളുടെയും നിൽപ്പ് കണ്ടിട്ട് പറഞ്ഞു. ഈ റൊമാൻസ് ഈ വഴിയിൽ നിന്ന് ഇത്തിരി മാറിയായിരുന്നെങ്കിലേ അടിയന് പോവായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ രണ്ടാളും പെട്ടെന്ന് അകന്നു മാറി. ഗൗതം കൈ കഴുകി. എന്നിട്ട് പറഞ്ഞു. അതെ, ഇവിടെ ഞാൻ മാത്രമല്ലാട്ടാ ഉള്ളത്, അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കണ്ട കുഴപ്പമില്ല, പക്ഷെ അവർ കണ്ട അറിയാലോ, അത് ഓർമ്മ വേണേ എന്ന് പറഞ്ഞു. അത് കേട്ടതും രണ്ടാൾക്കും ആകെ നാണക്കേടായി. പോടാ ചെറുക്ക അവിടുന്ന്, ഓടിക്കുക നിന്നെ, ഗൗരി പറഞ്ഞു. ഓഹോ, ഇപ്പം അങ്ങനെ ആയോ? ഞാൻ എന്തായാലും കട്ടുറമ്പാവാൻ നിൽക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ ഓടി. അവൻ പോയതും ശങ്കർ അവളെ ഒന്ന് നോക്കിയിട്ട് അകന്നും മാറാൻ നോക്കിയതും ഗൗരി അവൻ്റെ കൈ പിടിച്ചു അവളോട് ചേർത്തു. അവൾ അങ്ങനെ ചെയ്തപ്പോൾ എന്തെന്ന ഭാവത്തിൽ ശങ്കർ അവളെ ഒന്ന് നോക്കി. ഡോ ശിവശങ്കര, താൻ എനിക്ക് ഗിഫ്റ്റൊന്നും തന്നില്ലല്ലോ പിറന്നാളായിട്ട്, ഗൗരി അവൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട ശങ്കർ അവളുടെ കൈ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല. പരസ്പരം രണ്ടാൾക്കും ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെയൊന്നും അത് വീട്ടിൽ വെച്ച് ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിക്കില്ലല്ലോ.
അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കൃഷ്ണൻ്റെ ലോക്കറ്റുള്ള ഒരു വലിയ മാല അവൾക്ക് നൽകി. അവളുടെ കൈ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടായിരുന്നു നൽകിയിരുന്നത്. ഇതെൻ്റെ അമ്മയുടെയാ, എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ നിധിയാ, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾക്കായി നൽകുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ പ്രപ്പോസലിൻ്റെ മട്ടിൽ അവൾക്ക് നൽകി. ഇതെല്ലാം പറയുമ്പോൾ അവൻ്റെ കണ്ണ് ഈറനടിഞ്ഞിരുന്നു കേട്ടോ. പഴയകാല സ്മരണകൾ ഉള്ളിലേക്ക് കടന്നു വന്നതാവാം. അവൾക്ക് ആ സ്വർണ്ണമാലയേക്കാൾ കൂടുതൽ അവളെ സന്തോഷിപ്പിച്ചത് അവൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു. അവളുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അവൾ അവളുടെ കൈ അവൻ്റെ നെഞ്ചിൽ നിന്ന് എടുത്തു. എന്നിട്ട് അവൻ്റെ മുഖത്തിൽ മെല്ലെ തലോടി. അവളുടെ കൈ അവൻ്റെ കവളിലേക്ക് എത്തി. ഗൗരിയുടെ കൈ ശങ്കരൻ്റെ കവളിൽ തൊട്ടു നേരം അവൻ്റെ കണ്ണുകളൊന്ന് അടഞ്ഞു. അവൻ്റെ മുഖത്തെ കട്ടിത്താടി അവളുടെ കയ്യിൽ ഇക്കിളി ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പരസ്പരം മറന്ന് നിൽക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ശങ്കറിന് കോള് വന്നത്. കോൾ ശബ്ദം കേട്ടാണ് അവർ പരസ്പരം വീണ്ടും അകന്നു മാറിയത്. അവർക്ക് പരസ്പരം നോക്കാൻ തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടാളുടെ മുഖത്ത് നല്ല നാണവും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശങ്കർ ധൃതിയിൽ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയ ശങ്കറിൻ്റെ കണ്ണ് വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് പുതിയൊരു കുടുംബം കിട്ടാൻ പോവാണ് എന്നവന് തോന്നി. നഷ്ടപ്പെട്ടതെല്ലാം അവനത് വീണ്ടും തിരിച്ചു കിട്ടുന്നു എന്നൊരു തോന്നൽ അവനിൽ ശക്തി പ്രാപിച്ചു. തന്നെ സ്നേഹിക്കാൻ തൻ്റേത് മാത്രമായിട്ട് ഒരാൾ വരുന്നു, അതും തൻ്റെ ഗൗരി. അതിൽ അവന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഗൗരി ആവട്ടെ ശങ്കർ കൊടുത്ത ആ ചെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കത് ഏറെ ഇഷ്ടപ്പെട്ടു. അവളത് അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു ശങ്കറിൻ്റെ ആ ചെയിൻ. അപ്പോഴാണ് ഉമ്മർത്ത് നിന്നിട്ട് അവളുടെ അമ്മായി സുഭദ്ര കാര്യമായിട്ട് എന്തോ അവളുടെ അച്ഛനോടും ചെറിയച്ഛനോടൊക്കെ സംസാരിക്കണം കേട്ടത്. പാരയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ വേഗം ഹാളിലേക്ക് പോയി. എന്ത് പാരയാണ് വെക്കുന്നതെന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ് അവൾ വേഗം ഓടിച്ചെന്നത്. നിങ്ങൾ എന്താ ഏട്ടാ ഇങ്ങനെ പറയുന്നേ? നമ്മുടെ പിള്ളേരെ പിടിച്ച് കെട്ടിക്കണ്ടേയോ? അതിനെക്കുറിച്ച് ആരും എന്തോ ഒന്നും പറയാതെ. ഗൗരി മോൾക്ക് ഇപ്പോൾ 24 സൂരജിന് 30 ആവറായി. ഇനി എപ്പോഴാ ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും നമുക്ക് നടത്തണ്ടേ? ഗൗരിയുടെയും സൂരജിൻ്റെ എൻഗേജ്മെൻ്റ് കാര്യം ഗൗരിയുടെ അച്ഛനോട് പറയുകയായിരുന്നു സുഭദ്ര. സുഭദ്ര പറയുന്നത് കേട്ട് ഹാളിലേക്ക് എത്തിയ ഗൗരിക്ക് നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അച്ഛൻ എന്ത് മറുപടി കൊടുക്കും എന്നാലോചിച്ചിട്ട്. ഇനി അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? ശങ്കറിനെ മറക്കാൻ പറ്റില്ലല്ലോ, അച്ഛനെ വേദനിപ്പിക്കാനും തനിക്കാവില്ലല്ലോ. അതെല്ലാം ഓർത്ത് അവളുടെ ഹൃദയം ഒന്ന് വിങ്ങി. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഗൗരിയുടെ അച്ഛൻ ഗൗരി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഒരു ദയനീയമായി അവളുടെ അച്ഛനെ നോക്കി. ഗൗതമിൻ്റെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്നു. അവർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല സൂരജുമായുള്ള ഗൗരിയുടെ ബന്ധത്തിന്. കാരണം സൂരജിൻ്റെ സ്വഭാവം ഏറെക്കുറെ അവർക്കറിയായിരുന്നു. അവരും ഗൗരിയുടെ അച്ഛൻ്റെ മറുപടിക്കായി കാത്തുനിന്നു. ഗൗരിയുടെ അച്ഛൻ അവളെ ഒന്ന് നോക്കിയ ശേഷം സുഭദ്രയോട് പറഞ്ഞു, സുഭദ്ര, കല്യാണ കാര്യങ്ങളൊക്കെ നമ്മളല്ല തീരുമാനിക്കേണ്ടത്. മക്കളാണ്, അവരാണ് ഒരുമിച്ച് ജീവിക്കാൻ പോകേണ്ടത്. അവരുടെ താല്പര്യം കൂടി നമുക്ക് ചോദിച്ചിട്ട് തീരുമാനമെടുക്കാം എന്ന്. സൂരജ്, നിനക്ക് ഗൗരിയെ കെട്ടാൻ താല്പര്യമാണോ? സൂരജിനോട് ഗൗരിയുടെ അച്ഛൻ ചോദിച്ചു. സൂരജ് സമ്മതമെന്നോണം ചിരിച്ചു കാണിച്ചു. ഇടാ നാണം കുടുങ്ങി, നീ നേരെ സമ്മതാന്ന് പറ, സുഭദ്ര പറഞ്ഞു. എനിക്ക് ഗൗരിയെ കെട്ടാൻ സമ്മതമാണ് അങ്കിൾ, അവൾ ഇത്തിരി നാണത്തോടെ തന്നെ പറഞ്ഞു. അവൻ്റെ നാണം കണ്ട ഗൗതമിന് ഇരച്ചു കയറി. പിള്ളേർക്ക് ഇഷ്ടമാണ്, ഇനി ആരുടെ സമ്മതം ചോദിക്കേണ്ടത്? സുഭദ്ര ഗൗരിയുടെ അച്ഛനോട് ചോദിച്ചു. ചേച്ചി, ഗൗരിയുടെ സമ്മതം ചോദിച്ചില്ലല്ലോ, ആൻറ്റി സുഭദ്രയോട് പറഞ്ഞു. ആൻറ്റിക്ക് അറിയായിരുന്നു ഗൗരിയുടെ മനസ്സ്. ഇക്കാര്യത്തിൽ താൻ ഇടപെട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ആൻറ്റിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ സുഭദ്രയോട് അങ്ങനെ പറഞ്ഞത്. നീ എന്താ പറയുന്ന നാത്തൂനെ? ഗൗരി മോൾക്കും സമ്മതമായിരിക്കും, ഇനി ചോദിക്കാനൊന്നുമില്ല, സുഭദ്ര പറഞ്ഞു. അത് ശരിയാവില്ല, ചെറുതായിട്ട് അവളുടെ മോളെങ്കിലും കേൾക്കണം.
ആൻറ്റി കുറച്ച് കനത്തിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് വേഗം ആൻറ്റി ഗൗരിയെ വിളിച്ചു. മോളെ ഗൗരി, ഇങ്ങോട്ട് വായോ എന്ന്. അപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഗൗരിയുടെ മേലായിരുന്നു. ആ സമയം ഗൗരിയുടെ അച്ഛൻ ഗൗരിയോട് ചോദിച്ചു, മോളെ, നിനക്ക് സൂരജിനെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ എന്ന്. സുഭദ്രയ്ക്ക് പേടിയായിരുന്നു. കാരണം അവൾക്ക് ആദ്യമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ശങ്കറിനെ ഗൗരിക്ക് ഇഷ്ടമാണോ എന്ന്. അങ്ങനെ ആയാൽ അവരുടെ പ്ലാനൊക്കെ പൊളിയില്ലേ. അതുകൊണ്ട് തന്നെ അവൾ പേടിച്ചുകൊണ്ടാണ് ഇരുന്നത്. സുഭദ്രയും ആകാംക്ഷയോടെ തന്നെ ഗൗരിയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അവൾ നേരെ ഗൗതമിനെ നോക്കി. എന്ത് സംഭവിച്ചാലും എൻ്റെ ചേച്ചിയുടെ ഒപ്പം ഞാനുണ്ടെന്നും നീ ധൈര്യമായിട്ട് നിന്റെ അഭിപ്രായം പറഞ്ഞു ചേച്ചി എന്ന രീതിയിൽ അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചു ഗൗതം. അത് അവളുടെ ഉള്ളിൽ നേരിയ തോതിൽ ആശ്വാസമുണ്ടാക്കി. പറ മോളെ, നിനക്ക് സൂരജിനെ ഇഷ്ടമാണോ? ഗൗരിയുടെ അച്ഛൻ വീണ്ടും അവളോട് ചോദിച്ചു. അച്ഛാ, എനിക്ക് സൂരജേട്ടനെ ഇഷ്ടമാണ്. അവൾ അങ്ങനെ പറഞ്ഞതും ഗൗതം ഞെട്ടി. സുഭദ്രയുടെ മുഖത്ത് നിലാവ് ഉദിച്ച പോലെയായി. ഏട്ടാ, കേട്ടില്ലേ മോള് പറഞ്ഞത്? ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് നേരെ കല്യാണം നടത്തിയാലോ? സുഭദ്ര ഗൗരിയുടെ അച്ഛനോട് ചോദിച്ചു. ആൻറ്റി പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞു മുഴിപ്പിച്ചോട്ടെ. ഗൗരി അത് പറഞ്ഞു. സുഭദ്രയുടെ മുഖത്തെ ആ നിലാവ് അതുപോലെ കിട്ടുപോയിട്ടോ. എനിക്ക് സൂര്യചേട്ടനെ ഇഷ്ടമാണ്, പക്ഷെ അതൊരിക്കലും പ്രേമമല്ല, വിവാഹം കഴിക്കണമെന്നുമില്ല, ഒരു ബ്രദർ എന്ന നിലയിൽ അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ സൂര്യചേട്ടനെ കണ്ടിട്ടേ ഇല്ല, ഗൗരി പറഞ്ഞു. അത് കേട്ടതും വിനീതയുടെയും സൂരജിൻ്റെയും സുഭദ്രയും മുഖം കടന്നല കുത്തിയ പോലെയായി. അവർക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇതെല്ലാം കേട്ടുകൊണ്ട് ശങ്കർ നിൽപ്പുണ്ടായിരുന്നു പുറത്ത്. നീ നുണയൊന്നും പറയണ്ട, എനിക്കറിയാം നിന്റെ മനസ്സിൽ ആ ഭാഗ്യമില്ലാത്ത അനാഥ ചക്കനാണെന്ന്. അവനെ കിട്ടിയാൽ നിന്റെ ഭാവിയും കൂടി ഇല്ലാതാവും. എപ്പം മേപ്പോട്ട് പോയി എന്ന് ചോദിച്ചാൽ മതി, സുഭദ്ര ദേഷ്യത്തോട് ഗൗരിയോട് പറഞ്ഞു. സുഭദ്രയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനേ ആയില്ല. സുഭദ്രയുടെ വായിൽ നിന്ന് വന്ന ആ വർത്തമാനം കേട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടി. ശങ്കറിന്റെ ഹൃദയം ആടി ഉലഞ്ഞു. അവന്റെ കണ്ണ് ചുവന്നു. മുഖത്ത് വല്ലാത്തൊരു വിഷമം കലർന്ന ഭാവമായിരുന്നു അവൻ്റേത്. അവൻ ഒന്നും മിണ്ടാതെ വേഗത്തിൽ പുറത്തേക്ക് പോയി. അവൻ പോകുന്നത് നമ്മുടെ സൂരജും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റോപ്പ് ഇറ്റ്, ഗൗരി സുഭദ്രയുടെ നേർക്ക് അലറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ അമ്മായിയായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇതിന് തക്ക മറുപടി പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ മകനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് എൻ്റെ ശങ്കർ, സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം. ഒരിക്കലും ഒരു പെൺകുട്ടിയെ ചീത്ത കണ്ണോടെ അവൻ നോക്കില്ല, നിങ്ങളുടെ മകനെ പോലെ, അതും സഹോദര സ്ഥാനത്തെയുള്ള ഒരു പെൺകുട്ടിയോട്, അവൾ പുച്ഛത്തിൽ പറഞ്ഞു. അതുപോലെ അവനെ സ്നേഹിക്കുന്ന ആളെ അവൻ പൊന്നുപോലെ നോക്കും. ഏത് പ്രതിസന്ധിയിലും അവരുടെ കൂടെ ഉണ്ടാവും. എനിക്കറിയാം, എൻ്റെ അച്ഛൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ മകനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നെന്ന്. ഈ ഗൗരിയുടെ ജീവന് ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല, ഗൗരി തറപ്പിച്ച് പറഞ്ഞു. കേട്ടോ ഏട്ടാ, നിങ്ങളുടെ മകള് പറയുന്നത്? അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്, വളർത്തുദോഷം, അല്ലാതെന്താ. മര്യാദയ്ക്ക് എൻ്റെ മോനെ കെട്ടാൻ പറ, ഗൗരിയുടെ അച്ഛനോട് സുഭദ്ര പറഞ്ഞു. അതെ, എൻ്റെ മോൾ ആരെ കല്യാണം കഴിക്കണമെന്ന് അവൾ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ശങ്കറിനെ ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പിന്നെ എൻ്റെ മോൾ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ അത് ശരിയാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഗൗരിയുടെ അച്ഛൻ പറഞ്ഞു. അവളുടെ അച്ഛൻ എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ ഒന്നും അവളുടെ അച്ഛൻ പറയുമെന്ന് അവൾ വിചാരിച്ചില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട്. അപ്പോഴാണ് ഗൗതം ഓടി വന്നത്. ചേച്ചി, ഇവർ പറയുന്നതെല്ലാം ശങ്കരേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയെന്ന് ഗൗതം ഗൗരിയോട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. കാരണം ശങ്കറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്തെന്ന് അവൾക്കറിയായിരുന്നു. ഗൗരി പെട്ടെന്ന് ആരെയും നോക്കാതെ പുറത്തേക്ക് ഓടി. ഗൗതം പിന്നാലെ പോവാൻ നിന്നതും ആൻറ്റി അവനെ തടഞ്ഞു. മോനെ, അവർ സംസാരിക്കട്ടെ, നീ ഇപ്പോൾ ചെല്ലണ്ട എന്ന് ആൻറ്റി മകനോട് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. ഓടി പുറത്തേക്ക് പോയ ശങ്കറിനെ പിന്നിൽ നിന്ന് ആരോ പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വിനീതയാണ്. അവളെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തുള്ള ദേഷ്യം ഇരട്ടിച്ചു. എന്തോ അവളെ കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവന്. ശങ്കർ തന്നെ പിടിച്ചിരിക്കുന്ന വിനീതയുടെ കൈ തള്ളിമാറ്റി. അവളൊന്ന് പുറകോട്ടായി. ശിവ സോറി, അമ്മ പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കാം, അവൾ അവൻ്റെ ചുവന്ന കണ്ണ് നോക്കി പറഞ്ഞു. അപ്പോൾ ശങ്കറിന്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിടർന്നു. ശങ്കർ മൗനമായി നിന്നു. അവൾ പറഞ്ഞു, അവർക്കൊന്നും അറിയില്ലല്ലോ നീ ആ ഗൗരിയെ പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കില്ല എന്ന്. അവളെപ്പോലൊരു പെണ്ണിനെ എന്ന് അവൾ പറഞ്ഞതും
അവനൊന്ന് വിനീതയെ തർപ്പിച്ചു നോക്കി. നിനക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ശിവ. എനിക്കറിയാം അവൾക്ക് നിന്നോട് ഈ വല്ല ഇഷ്ടം കാണും. പക്ഷേ നിനക്കൊരിക്കലും ഗൗരിയെ പോലുള്ള ലോ ക്ലാസ് പെണ്ണിനോട് ഇഷ്ടം കാണില്ല എന്ന്. ശിവ, നിനക്കറിയോ അവളൊരു ഭൂലോക കോഴിയാണ്. അവളുടെ ചരിത്രം വിളമ്പിയാലേ ഇന്ന് തീരില്ല. അവൾക്ക് മുമ്പൊരുത്തനുമായി റിലേഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവളുടെ തനി സ്വഭാവം അറിഞ്ഞപ്പോൾ അവൻ കളഞ്ഞിട്ട് പോയതാണ്. ഗൗരിയെക്കുറിച്ച് വിനീത പറഞ്ഞു. അതുപോലെ പലരും ആയിട്ടും അവൾക്ക് റിലേഷൻ ഉണ്ടായിന്നേ. വിനീത അങ്ങനെയൊക്കെ ഗൗരിയെക്കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ ശങ്കറിന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഒന്ന് വിനീതയുടെ അമ്മ സുഭദ്ര പറഞ്ഞതും ഇപ്പോൾ വിനീത പറഞ്ഞതും. തന്നെ പറ്റി ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അവൻ്റെ ഗൗരിയെ പറ്റി പറഞ്ഞത് സഹിക്കാൻ ശങ്കറിന് ആവില്ല. അവൻ മുഷ്ടി ചുരുട്ടി അടുത്തുള്ള ചുവരിൽ ഒരു അടി കൊടുത്തു. വിനീത ഒന്ന് പേടിച്ചു ആ സൗണ്ട് കേട്ടപ്പോൾ. അതിലുപരി അവൻ്റെ മുഖം കണ്ടപ്പോൾ അവളെ കൊല്ലാനുള്ള ദേഷ്യം അവൻ്റെ മുഖത്ത് കാണായിരുന്നു അവൾക്ക്. വിനീത ഒന്ന് പുറകോട്ട് നിന്നു. നിർത്തടി പുല്ലേ, നീ ആരെ പറ്റിയാടി എനിക്ക് ക്ലാസ് എടുക്കുന്നേ? എൻ്റെ ഗൗരിയെ പറ്റിയോ? എൻ്റെ ഗൗരിയെപ്പറ്റി നീ എനിക്ക് പറഞ്ഞു തരുവാണോ? അവളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നിനക്ക് നാണമില്ലേ? ഒന്നില്ലെങ്കിലും നിൻ്റെ സഹോദരിയല്ലേ അവൾ? അവൻ്റെ കൈ വിനീതയുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. വിനീതയ്ക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ശിവ പ്ലീസ്, എൻ്റെ കഴുത്ത്, അവൾ അവനോട് യാചിച്ചു. അവൻ ദേഷ്യത്തിൽ കഴുത്ത് പിടിച്ചു വിട്ടു. അവൻ്റെ 5 വിരലിലും വിനീതയുടെ കഴുത്തിൽ കാണായിരുന്നു ഒരു പാടായിട്ട്. മേലാൽ എൻ്റെ പുറകെ വരരുത്. നിൻ്റെ ഈ കൊഞ്ചലും മറ്റുമായി. നിൻ്റെ കഥകളൊക്കെ എനിക്കറിയാം. എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് വിനീത. പിന്നെ ഒരു പ്രണയം മാത്രമേ ജീവിതത്തിൽ പാടുള്ളൂ എന്ന വല്ല നിയമമുണ്ടോ? ഒരു പ്രണയം ഉണ്ടായി, അത് സത്യസന്ധമല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് നന്നായി ജീവിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ആരും ചീത്തയാവില്ല, ആരും നശിച്ചു പോകൂല്ല. അല്ല, പ്രണയം തകർന്നുപോയി എന്ന് വെച്ച് അവൾ പോയി തൂങ്ങിച്ചാവണോ? അല്ല, അവളെ ചതിച്ചവന് വല്ല വിഷവും കൊടുക്കണമായിരുന്നോ? ശങ്കർ വിനീതയോട് ദേഷ്യത്തിൽ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ വെറും ഭീരുക്കളാണ്. ജീവിതത്തെ ഒരു തമാശയായി മാത്രം ജീവിക്കുന്നവർ. സിനിമയിൽ കാണുന്ന ഫാൻറ്റസി വേൾഡ് അല്ല പ്രണയം. അത് നിന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പ്രണയം എന്നത് കാമുകനോടോ കാമുകിയോടോ മാത്രം തോന്നുന്നതല്ല, സ്വന്തം അച്ഛനോടോ അമ്മയോടും പിന്നെ തന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും തോന്നുന്നതാണ്. ഒരുത്തൻ ചതിച്ചെന്ന് കരുതി മരിക്കുകയല്ല ഗൗരി ചെയ്തത്. പകരം അവളെ സ്നേഹിക്കുന്ന അവളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജീവിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? പക്ഷേ എൻ്റെ ഗൗരിക്ക് ധൈര്യമുണ്ട്. ഉള്ളിൽ എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടായാലും അവൾ സ്നേഹിക്കുന്ന അവളുടെ കുടുംബത്തിന് വേണ്ടി സന്തോഷം അഭിനയിച്ചും അവർക്ക് വേണ്ടി ജീവിച്ചു കാണിച്ചവളാണ് എൻ്റെ ഗൗരി. ആദ്യ പ്രണയം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത് വലിയ പ്രഷ്യസാണ് എന്നൊക്കെ ചിലർ പറയും. പക്ഷേ അതിനേക്കാൾ മനോഹരമായത് എന്തായാലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ആദ്യ പ്രണയത്തിന് ഒരു പുല്ലിൻ്റെ വില പോലും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി നീ എൻ്റെ ഗൗരിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നാലുണ്ടല്ലോ മോളെ, പിന്നെ ഈ ശിവശങ്കറിൻ്റെ വേറെ മുഖമായിരിക്കും നീ കാണുന്നത് എന്ന് പറഞ്ഞ് ശങ്കർ അവളെ ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് പോയി. ഇതെല്ലാം കേട്ടുന്ന ഗൗരിക്ക് വളരെ സന്തോഷമായി, തൻ്റെ ശങ്കർ തന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ. എന്നിട്ട് അവൾ വിനീതയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഒരു ചിരി പാസ്സാക്കി ശിവൻ്റെ വീട്ടിലേക്ക് പോയി. ഗൗരിയുടെ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അത് വിനീതയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അവൾക്കാകെ നാണക്കേടായി. സുഭദ്ര പറഞ്ഞ വാക്കുകൾ ശങ്കറിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. അവൻ്റെ ഭാഗ്യമില്ലായ്മ കൊണ്ടാണ് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് എന്ന് പറഞ്ഞത് അവന് താങ്ങാൻ സാധിച്ചിരുന്നില്ല. ഗൗരി ചെന്ന് നോക്കുമ്പോൾ കുടിച്ച് ലെക്ക് കെട്ട് തറയിൽ കിടക്കുമായിരുന്നു ശങ്കർ. ഗൗരി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്നു മുതൽ അവൻ ഈ കുടിക്കുന്ന സ്വഭാവം നിർത്തിയതായിരുന്നു. വീണ്ടും അത് തുടങ്ങിയിരിക്കുന്നു. അവൾ ഓടിച്ചെന്ന് അവനെ തട്ടി വിളിച്ചു. വിനീതയുടെ മാസ് ഡയലോഗ് അടിച്ചിട്ട് ഇപ്പോൾ തൻ്റെ കാര്യം വന്നപ്പോൾ കുടിച്ചിരിക്കുന്നുവോ? എഴുന്നേറ്റ് ശങ്കർ. അവൻ്റെ കിടപ്പ് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അവൾക്ക്. അവൻ്റെ ദേഹത്ത് നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഗൗരി അവൻ്റെ തല മടിയിൽ
വെച്ചു. എന്നിട്ട് അവളുടെ സാരി തുമ്പ് കൊണ്ട് അവൻ്റെ മുഖമെല്ലാം തുടച്ചു കൊടുത്തു. അവൻ അപ്പോൾ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു മദ്യലഹരിയിൽ. ഞാൻ അനാഥനാ, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, അങ്ങനെയൊക്കെ. ഡു ശങ്കർ, താൻ എന്താണോ കാണിച്ചേ? താൻ എന്താ ഈ പറയുന്നേ? ആ സ്ത്രീ പറഞ്ഞപ്പോൾ തകർന്നു പോയോ? അത്രേ ഉള്ളൂ എൻ്റെ ശിവശങ്കർ? അവൾ ചോദിച്ചു. എൻ്റെ ശങ്കറിന് ഞാനില്ലേ? നീ എൻ്റെയാ, എൻ്റെ മാത്രം. ഈ ശങ്കർ ഇല്ലാണ്ട് ഈ ഗൗരിക്ക് പൂർണ്ണതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവനെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അപ്പോഴും അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൾ അവനെയും കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അവൻ്റെ ഭാരം മുഴുവൻ അവളുടെ ശരീരത്തിലേക്കായിരുന്നു കേട്ടോ. അവൾക്കത് താങ്ങാൻ പറ്റിയിരുന്നില്ല. എന്നാലും അവൾ എങ്ങനെയൊക്കെയോ അവനെ ബാത്റൂമിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഷവറിൻ്റെ താഴെ കൊണ്ട് നിർത്തി. ഷവർ ഓൺ ചെയ്തു. തണുത്ത വെള്ളം അവൻ്റെ നീണ്ട തലമുടിയിൽ കൂടി ഒലിച്ചിറങ്ങി. അവൻ്റെ അടഞ്ഞ കണ്ണുകൾ മെല്ലെ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ വലിച്ച് അവനോട് അടുപ്പിച്ചു. അവളുടെ ദേഹത്ത് കൂടിയും തണുത്ത വെള്ളം ഒലിച്ചിറങ്ങി. അവളുടെ ശരീരത്തോട് ആ സാരി ഒട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾക്കൊന്നും മിണ്ടാൻ പോലും സാധിച്ചില്ല. അവളുടെ ദേഹം നല്ലോണം തണുക്കാൻ തുടങ്ങി. ശങ്കറിൻ്റെ ശ്രദ്ധ അവളുടെ പിങ്ക് കളറുള്ള ചുണ്ടിലേക്കായിരുന്നു. അപ്പോൾ അവൻ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ശങ്കർ അവളുടെ ആലില വയറിലൂടെ അവളെ ചേർത്തു പിടിച്ചു. ഇപ്പോൾ അവളുടെ ദേഹം അവൻ്റെ ദേഹത്തോട് തൊട്ടു തൊട്ടില്ല എന്ന അവസ്ഥയിലായി. അവളുടെ വയറ് മെല്ലെ അമർത്തി ശങ്കർ. അവളൊന്ന് ഉയർന്നു പൊങ്ങി. ഗൗരിയുടെ ശരീരത്തിലൂടെ കുളിരോടി. പെട്ടെന്ന് അവൾ അവൻ്റെ മിഴികളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഗൗരി, നീ പറഞ്ഞ സത്യമാണോ? അവൻ കനത്ത സൗണ്ടിൽ ചോദിച്ചു. ഞാൻ നിൻ്റേതാണോ? ഈ ഭാഗ്യം കെട്ടവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചോ? അവനത് പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പേ അവളുടെ കൈ അവൻ്റെ വായിൽ പതിഞ്ഞു. ആരാടാ പറഞ്ഞേ എൻ്റെ ശങ്കർ അനാഥനാണെന്ന്, ഭാഗ്യമില്ലാത്തവനാണെന്ന്? അങ്ങനെ പറയല്ലേ കേട്ടോ. ഗൗരിയുടെ ഭാഗ്യ ഈ ശങ്കർ. ഈ ലോകത്ത് ആർക്കും കിട്ടാത്ത എൻ്റെ മാത്രം സ്വത്ത്, അവനോട് പറഞ്ഞു ഗൗരി. എന്നിട്ട് അവൻ്റെ തലയിൽ മെല്ലെ തലോടി. ശങ്കർ ഗൗരിയോട് ചോദിച്ചു, ആണോ? ഞാൻ നിന്റെ മാത്രമാണോ? അവളൊന്ന് മൂളി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവളുടെ കവള് നാണത്താൽ ചുവന്നിട്ടുണ്ടായിരുന്നു. ശങ്കറിൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ സാധിച്ചില്ല. ഒരുതരം വശീകരണമായിരുന്നു അവൻ്റെ കണ്ണുകളിലുള്ളത്. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ശങ്കറിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മുഖം ഉയർത്തി. എന്നിട്ട് ചോദിച്ചു, എന്നാൽ ഞാൻ എൻ്റെ ഗൗരിയെ സ്വന്തമാക്കട്ടെ എന്ന്. അവൾ അതിന് മറുപടി ഒന്ന് ചിരിച്ചു കാണിച്ചു. അവളുടെ ചിരി കണ്ട ശങ്കർ നിമിഷ നേരം കൊണ്ട് അവളുടെ കവിളിനെ തൊട്ടു. എന്നിട്ട് അവളുടെ ചുണ്ടിനെ അവൻ്റേതാക്കി. ഇളം പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂ പോലുള്ള അവളുടെ ചുണ്ടിലെ മാധുര്യം നുകർന്നെടുത്തു ശങ്കർ മതിയാവോളം. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം കിതപ്പോടെ ഗൗരി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കിതപ്പോടെ തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് ശങ്കർ അവളുടെ മുടി മെല്ലെ തഴുകിക്കൊടുത്തു. പെട്ടെന്ന് എന്തോ ആലോചിച്ച ഗൗരി അവൻ്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറി. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ശങ്കർ കൊടുത്ത ആ മാലയിലെ അത് അവനു നൽകി. എന്നിട്ട് തൻ്റെ ശങ്കറിൻ്റെ കണ്ണിലേക്ക് നോക്കി. ഗൗരിയുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശങ്കറിന് ഒരുപാട് നേരമൊന്നും വേണ്ടി വന്നില്ല. അവൻ അവളുടെ കഴുത്തിൽ ആ മാല അണിയിച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് ചേർത്തു പിടിച്ച് അവളുടെ നെറുകയിൽ മുത്തമിട്ടു. ഇവിടെ തുടങ്ങുകയാണ് ഗൗരി ശങ്കരം. ഒരു ട്രെയിൻ യാത്രയിൽ തുടങ്ങിയ പ്രണയം അത് മറ്റൊരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്ന് ഗൗരി ശങ്കറിൻ്റെ പ്രാണനാണ്, ജീവനാണ്. അവൾ അവൻ്റെ ജീവിതമാണ്. ഗൗരി ശങ്കരം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു നല്ലൊരു സ്റ്റോറിയായിട്ട് തെന്നൽ സ്റ്റോറീസ് വീണ്ടും വരുന്നതായിരിക്കും. ആ സ്റ്റോറിക്കും നിങ്ങൾ ഇതിൽ തന്ന അതേ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ.
അടുത്തതൊരു കോൺട്രാക്ട് ലവ് സ്റ്റോറിയാണ്. ഓക്കെ ഗൈസ്, അത് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.